ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് ഇന്ത്യ അറ്റിക് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. We have seen how Spillman gains the strength to carry on in spite of the horrors of the Second World War. Millions of people all over the world suffer the terrors of war and other conflicts even today. എന്താ പറയുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് സ്പിൽമാൻ ആ വേൾഡ് വാർ 2 തരണം ചെയ്ത് ഇവിടെ എത്തിപ്പെട്ടത് എന്നല്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് ആ ഒരു ഭീകരാന്തരീക്ഷത്തെ അദ്ദേഹം തരണം ചെയ്ത് എത്തിയത്. ഇന്നും ഈ ലോകത്തിൽ ആൾക്കാർ യുദ്ധം കൊണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. Let's create a wall of hope display featuring pictures, quotes and suggestions to help the world end war for all time. എന്താണ് ഈ വേൾഡ് യുദ്ധം എല്ലാ കാലത്തേക്കും വേണ്ടി ഉപേക്ഷിക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വാൾ ഓഫ് ഹോപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൽ നമുക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാം, കോഡ്സ് ഒട്ടിക്കാം, അല്ലേ, സജഷൻസ് ഒട്ടിക്കാം, എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള സജഷൻസ് എല്ലാം ഒട്ടിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറുതരണം ഇവിടെ ചെയ്തിട്ടുണ്ട് നോക്കൂ. അതിനകത്ത് നമ്മൾ കുറേ മെസ്സേജസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഈ മെസ്സേജസ് തന്നെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം കേട്ടോ. സ്പ്രെഡ് ലവ് നോട്ട് ഹേറ്റ്രഡ്. പിന്നെന്താണ്, വി വോണ്ട് പീസ് നോട്ട് വാർ. വാർ ഡിസ്ട്രോയ്സ് ലൈഫ്, പീസ് ബിൽഡ്സ് ലൈഫ്. സ്റ്റോപ്പ് ദ വാർ, ലവ് പീസ്. നോ മോർ വാർ, ഇറ്റ്സ് ടൈം ഫോർ ലവ്. റെസ്പെക്ട് വൺ അനദർ. പിന്നെന്താ, ലെറ്റ് ലവ് ആൻഡ് കൈൻഡ്നസ് റൂൾ ദ വേൾഡ്. പിന്നെ അവിടെ ചൂസ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, ബിൽഡ് എ ഫ്യൂച്ചർ ഓഫ് ഹോപ്പ്. അങ്ങനെ അവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളും സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ മെമോയർ. ഒരു ഉദ്ധരണി തന്നിട്ടുണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് ഒരു ഭാഗം. ഉദ്ധരണി എന്ന് പറയുന്ന ഒരു ഭാഗം എന്നാണ് അർത്ഥം. അത് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് നമ്മോട് പറയുന്നത് കേട്ടോ. ഓൺ 12th December the officer came for the last time. He brought me a large supply of bread than before and a warm either down. He told me he was leaving Warsaw with his detachment. നമ്മൾ പഠിച്ച അതേ പാഠഭാഗം തന്നെയാണ്. അദ്ദേഹം ബ്രെഡ് കൊണ്ട് കൊടുക്കുന്നതും മറ്റേ ബെഡ് കൊണ്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ കിടക്കാൻ മെത്ത കൊണ്ട് കൊടുക്കുന്നതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം വാർസോ വിട്ട് പോകുന്ന കാര്യം പറയുന്നു. പിന്നെ തിരിച്ച് അദ്ദേഹത്തിന് സ്പിൽമാന് അയാളെ ജർമ്മൻ ഓഫീസറെ സഹായിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ച് പറയുന്നു. അതാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. ഇനി അതിൻ്റെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന പോയിന്റ് നോക്കാലോ. ആഫ്റ്റർ സർവൈവിങ് ദ വാർ, സ്പിൽമാൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ അഗെയിൻ. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴെങ്കിലും തിരിച്ച് പോവുകയാണെങ്കിൽ പോളിഷ് റേഡിയോയിൽ തിരിച്ച് ചേരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് പോളിഷ് റേഡിയോയിൽ എത്തി. ഇമാജിൻ യു ആർ എ പോഡ്കാസ്റ്റർ ആൻഡ് സ്പിൽമാൻ അഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണല്ലേ. ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പരിപാടിയിൽ ഗസ്റ്റായിട്ട് വരാൻ വേണ്ടി സ്പിൽമാൻ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ടേക്കിംഗ് ക്യൂസ് ഫ്രം ദ എക്സെപ്റ്റ് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ റേഡിയോ പോഡ്കാസ്റ്റ്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഒരു പാഠഭാഗത്ത് നിന്ന് കുറച്ച് ക്ലൂസൊക്കെ ഉപയോഗിച്ചിട്ട്, സൂചനകളൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാമല്ലോ നമുക്ക്. ഹോസ്റ്റ്: ഗുഡ് ഈവനിങ് ലിസണേഴ്സ്. ടുഡേ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്, വ്ലാഡിസ്ലോ സ്പിൽമാൻ, എ സർവൈവർ ഓഫ് വേൾഡ് വാർ 2. വെൽക്കം മിസ്റ്റർ സ്പിൽമാൻ. എന്താ പറയുന്നത്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് വന്നിട്ടുള്ളത്. ആരാണ്? വ്ലാഡിസ്ലോ സ്പിൽമാൻ ആണത്. അദ്ദേഹം വേൾഡ് വാർ 2 നിന്ന് രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്പിൽമാൻ തിരിച്ച് പറയുന്നത്, താങ്ക് യു, ഐ ആം ഹാപ്പി ടു ബി ഹിയർ. ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് സ്പിൽമാൻ പറയുന്നു. ഹൗ ഡിഡ് യു സർവൈവ് ഡ്യൂറിങ് ദ വാർ? എങ്ങനെയാണ് നിങ്ങൾ ഈ യുദ്ധത്തെ സർവൈവ് ചെയ്തതെന്ന് ചോദിക്കലാണ്. ഐ നെവർ ലോസ്റ്റ് ഹോപ്പ്. ഓൾസോ സം കൈൻഡ് പീപ്പിൾ ഹെൽപ്പ് മീ. ഞാൻ എൻ്റെ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടിരുന്നില്ല. മാത്രമല്ല ഒരുപാട് ദയയുള്ള ആൾക്കാർ എന്നെ സഹായിക്കുകയും ചെയ്തു. വി ഹേർഡ് ദാറ്റ് എ ജർമ്മൻ ഓഫീസർ ഹെൽപ്ഡ് യു. ക്യാൻ യു ടെൽ us അബൌട്ട് ഹിം? ഹോസ്റ്റ് ചോദിക്കലാണ് കേട്ടോ. ഒരു ജർമ്മൻ ഓഫീസർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ കേട്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ എന്ന്. സ്പിൽമാൻ: യെസ്, he showed me kindness and love. He brought me food, a blanket and encouraged me not to lose hope. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു. അദ്ദേഹം എന്നോട് ഒരുപാട് ദയയും സ്നേഹവും കാണിച്ചു. എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നു, എനിക്ക് കിടക്കാൻ നല്ല കിടക്ക കൊണ്ടു തന്നു, പുതുപ്പ് കൊണ്ടു തന്നു. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അടുത്ത ഹോസ്റ്റ് ചോദിക്കലാണ്, വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് ദ വേൾഡ് ടുഡേ? ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്പിൽമാൻ പറയുന്നത് എന്താണ്? വി മസ്റ്റ് ചൂസ് പീസ് ഓവർ ഹേറ്റ്രഡ്. നമ്മൾ പീസ്, സമാധാനമാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ അതാണ് ചൂസ് ചെയ്യേണ്ടത്, നോട്ട് ഹേറ്റ്രഡ്. വിദ്വേഷമല്ല, വെറുപ്പല്ല വേണ്ടത്. ഹ്യൂമാനിറ്റി ആൻഡ് കൈൻഡ്നസ് ക്യാൻ സേവ് ലൈഫ്സ് ഈവൻ ഡ്യൂറിങ് ടെറിബിൾ ടൈംസ്. എന്താ പറയുന്നത്? ഹ്യൂമാനിറ്റി, നല്ല മനുഷ്യത്വവും ദയയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ദയനീയ അവസ്ഥയിൽ പോലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്താണ് വേണ്ടത്?
പീസ് സമാധാനമാണ്, നോട്ട് ഹേറ്റ്രഡ് വിദ്വേഷമല്ല വെറുപ്പല്ല വേണ്ടത്. അപ്പോൾ ഹോസ്റ്റ് പറയാണ് താങ്ക് യു മിസ്റ്റർ സ്പിൽമാൻ ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി വിത്ത് അസ്. സ്പിൽമാൻ താങ്ക് യു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ആവുന്നില്ലെങ്കിൽ മാത്രം ഇത് കോപ്പി ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഇൻ ദി ആറ്റിക് ഹൈലൈറ്റ്സ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സർവൈവൽ ഇൻ ടൈംസ് ഓഫ് വാർ ആൻഡ് പെർസിക്യൂഷൻ. റീഡ് ദിസ് പോസ്റ്റ് which appeared on social media on the occasion of World Refugee Day. എന്താ പറയുന്നത്, ഇന്ത്യ ആറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ അതിജീവനത്തിൻ്റെ കഥയും പിന്നെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആളുകൾക്കുണ്ടായിട്ടുള്ള സ്ഥാനചലനം അല്ലെങ്കിൽ വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വേൾഡ് വാറിന് യുദ്ധം കൊണ്ടും അവരുടെ അതിൻ്റെ പീഡനങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി താഴെ തന്നിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ വേൾഡ് റെഫ്യൂജി ഡേയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അത് നമ്മളോട് വായിക്കാനാണ് പറയുന്നത്. ഓക്കെ, June 20 വേൾഡ് റെഫ്യൂജി ഡേ. The global refugee crisis is one of humanity's most pressing issues, with millions displaced due to conflict, persecution and natural disasters. എന്താ പറയുന്നത്, യുദ്ധവും പീഡനവും അല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകളും പിന്നെ രാജ്യം തന്നെ വിട്ടു പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെയോ, അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് UNHCR, over 80 million people have been displaced worldwide in recent years, with nearly 26 million refugees seeking safety outside their country of origin. Refugees have to face an uncertain future and are usually denied basic necessities such as food, shelter, and health care. In this context, concerns regarding the policies of various countries and the distribution of humanitarian aid are among the world's most pressing issue today. എന്താ പറയുന്നത്, ഇങ്ങനെ സ്വന്തം വീടും നാടുകളൊക്കെ വിട്ടുപോകേണ്ടി വന്ന ഒരുപാട് ആളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെയാണ് അഭയാർത്ഥികൾ, റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത്. അതായത് UNHCR എന്ന് പറയുന്നത് UN-ൻ്റെ ഒരു റെഫ്യൂജി ഏജൻസിയാണ്. അവരെ നോക്കാൻ വേണ്ടി റെഫ്യൂജീസിൻ്റെ അഭയാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ഒരു ഏജൻസിയാണ് UNHCR. അവരുടെ കണക്ക് പ്രകാരം ഏകദേശം 80 മില്യൺ ആളുകൾ ഈ ലോകത്തിൽ എമ്പാടും താമസം മാറേണ്ടതായി വന്നിട്ടുണ്ട് അല്ലേ. രാജ്യത്തു നിന്ന് പുറത്ത് പോകേണ്ടവരുണ്ട്, ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതായി വന്നത് ഒരുപാട് ആളുകളാണ്. 26 മില്യൺ ആളുകൾ സ്വന്തം രാജ്യത്തിന് പുറത്തേക്ക് പോയി സുരക്ഷയ്ക്കായി പോയി എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കിട്ടുന്നില്ല മര്യാദയ്ക്ക്, പിന്നെ അവർക്കൊരു ഭാവി ഇല്ലാണ്ടാവുകയാണ്, താമസ സ്ഥലമില്ല, ചികിത്സ ലഭിക്കുന്നില്ല, പിന്നെ മുഴുവൻ അനിശ്ചിതമാണല്ലോ, അവരുടെ ജീവിതം മൊത്തം പാതി വഴിയിലായി നിൽക്കുകയാണ്. ഇനി ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഒന്നാണ്. അതിനാൽ തന്നെ വിവിധ രാജ്യങ്ങളും മനുഷ്യസ്നേഹ സംഘടനകളുമെല്ലാം അഭയാർത്ഥികൾക്ക് സഹായം നൽകണം എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് കേട്ടോ. Let's now prepare a write-up on the problems faced by refugees of war in the present time. ഇന്നത്തെ കാലത്ത് ഈ റെഫ്യൂജീസ് യുദ്ധം കാരണമുള്ള അഭയാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഇതാണ് റൈറ്റപ്പ്, നോക്കൂ. റെഫ്യൂജീസ് ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. ഇപ്പോഴും റെഫ്യൂജീസ് അഭയാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. ദേ ലീവ് ദെയർ ഹോംസ് ബിക്കോസ് ഓഫ് വാർ, വയലൻസ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അവർ വീട് വിട്ടു പോകേണ്ടി വരുന്ന എന്തൊക്കെ കാരണങ്ങളാണ്? യുദ്ധം കൊണ്ടും പിന്നെ അക്രമങ്ങളും കാരണം, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണമൊക്കെ ആൾക്കാർ വീടും സ്ഥലമൊക്കെ വിട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. മെനി റെഫ്യൂജീസ് ഡു നോട്ട് ഹാവ് ഫുഡ്, ഷെൽട്ടർ, ക്ലീൻ വാട്ടർ ഓർ ഹെൽത്ത് കെയർ. ഒരുപാട് പലർക്കും നല്ല ഭക്ഷണം കിട്ടുന്നില്ല, വീട് താമസിക്കാൻ സ്ഥലം കിട്ടുന്നില്ല, പിന്നെ ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ള ഹെൽത്ത് കെയർ, ആരോഗ്യത്തിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടുന്നില്ല. ദേ ഓഫൻ ലീവ് ഇൻ ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. അവരെപ്പോഴും പേടിച്ചുകൊണ്ട് ഒരു ഉറപ്പില്ലാത്ത ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിൽഡ്രൻ മേ ലൂസ് ദർ എഡ്യൂക്കേഷൻ. കുട്ടികളുടെ പഠിത്തമെല്ലാം മുടങ്ങി പാതി വഴിയിലാകും. ആൻഡ് ഫാമിലീസ് മേ ഗെറ്റ് സെപ്പറേറ്റഡ്. ഫാമിലിയിലെ അച്ഛനും അമ്മയും മക്കളൊക്കെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ടാണ് ജീവിക്കേണ്ടി വരുന്നത്. സം കൺട്രീസ് ഡു നോട്ട് അക്സെപ്റ്റ് റെഫ്യൂജീസ് ഈസിലി. ഈ അഭയാർത്ഥികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് അഭയം തേടി പോയവരെ അവർ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല. ഡു നോട്ട് അക്സെപ്റ്റ് റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യില്ല പെട്ടെന്നൊന്നും. റെഫ്യൂജീസ് നീഡ് ലവ്, കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് ടു ലീവ് എ സേഫ് ആൻഡ് പീസ്ഫുൾ ലൈഫ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളൊന്നും ഈ അഭയാർത്ഥികളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണമെന്ന് പറയുന്നത്?
അവർക്ക് സ്നേഹം, ലവ് കൊടുക്കണം, ശ്രദ്ധ, കെയർ കൊടുക്കണം, പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കണം. അത് അവരുടെ കൂടെ തന്നെ നമ്മൾ നിന്ന് അവർക്ക് സപ്പോർട്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. 4ാമത്തെ ആക്ടിവിറ്റി, പിക്ക് ഔട്ട് വേർഡ്സ് ഓർ ഫ്രേസസ് ഫ്രം ദ എക്സ്ട്രാക്ട് ദാറ്റ് റിവീൽ ദ ക്യാരക്ടർ ഓഫ് ദ പിയാനിസ്റ്റ് ആൻഡ് ദ ജർമ്മൻ ഓഫീസർ. ഈ പാഠഭാഗത്ത് നിന്ന് ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് പിക്ക് ചെയ്യാനാണ് പറയുന്നത്. എന്തിനാണ്? അവരുടെ ജർമ്മൻ ഓഫീസറുടെയും ഈ സ്പിൽമാൻ്റെയും ക്യാരക്ടർ, സ്വഭാവം എന്താണെന്നുള്ള മനസ്സിലാക്കുന്ന രീതിയിൽ ഇത് ഫ്രേസസ് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ദ പിയാനിസ്റ്റ്, അവർ തന്നിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കും. ഐ സാറ്റ് ഗ്രോണിങ് ആൻഡ് ഗേസിങ് ഡള്ളി. ഞാൻ ഡള്ളായിട്ട് ഇങ്ങനെ തേങ്ങലോടെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിലെന്താ ആ ഒരു പോയിൻ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അവർ? അവിടെയുള്ള ഫീലിങ്സ്, ഇമോഷൻസ് എന്താണ്? പെയിൻ, വേദനയുണ്ട്, സാഡ്നെസ് ഉണ്ട്, സങ്കടമുണ്ട്, ഫിയർ, ഇതൊക്കെയാണ് അവരുടെ ആ ഒരു ഫ്രേസിൽ മീനിങ് പറയുന്നത്. അടുത്തതോ, ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പേടിയാണ്, അല്ലേ? മരണത്തോടുള്ള പേടിയാണ് കാണിക്കുന്നത്. അടുത്തത്, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്. ഞാൻ എങ്ങനെയാണ് ഈ തെരുവിലെ യുദ്ധത്തെ സർവൈവ് ചെയ്യുക, തരണം ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അവിടെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആങ്ഷൈറ്റിയും പിന്നെ പ്രതീക്ഷയറ്റ അവസ്ഥയല്ലേ, പ്രതീക്ഷയില്ലായ്മയും, പിന്നെ അദ്ദേഹത്തിൻ്റെ ആങ്ഷൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്കണ്ഠ, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത്, ഐ നെവർ ലോസ്റ്റ് ഹോപ്പ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷ വിട്ടില്ല. അതിൻ്റെ അർത്ഥം അവിടെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ധൈര്യം, കറേജും ഡിറ്റർമിനേഷനാണ്, അല്ലേ? ഉറച്ച ദൃഢനിശ്ചയമാണ് അവിടെ കാണിക്കുന്നത്. അടുത്തത്, ഐ വോണ്ടഡ് ടു ഹെൽപ്പ് ഹിം സംഡേ. എനിക്ക് അദ്ദേഹത്തെ ഒരു ദിവസം സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സഹായിക്കണം. അവിടെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും ലോയൽറ്റി, അല്ലേ? അദ്ദേഹത്തിൻ്റെ നന്ദിയും ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം, അല്ലേ? വിശ്വാസം ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ജർമ്മൻ ഓഫീസറുടെയാണ്. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാനൊന്നും നിന്നെ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? റീഅഷ്വർ ചെയ്യലാണ്, അല്ലേ? അദ്ദേഹം അവിടെ കമ്പാഷനേറ്റ് പാസിഫൈയിങ്, എന്താണ്? ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? ഉറപ്പ് നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. വേറെ എന്താണ്? അനുകമ്പയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് അതാണ് ഇവിടെ. അടുത്തത് എന്താണ്? ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെ എന്താണ്? അദ്ദേഹത്തിൻ്റെ നല്ല ദയ, അല്ലേ? കൈൻഡ് ആയിട്ടുള്ള മനസ്സും സഹായിക്കാനുള്ള മനസ്സും, ഹെൽപ്ഫുൾ നേച്ചറുമാണ് അവിടെ കാണിക്കുന്നത്. യു മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹാർട്ട്. എന്താണ്? നീ ഒരിക്കലും ഒരു കാരണവശാൽ നീ നിൻ്റെ പ്രതീക്ഷ കൈവിടരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? എൻകറേജിങ് ആണ്, കെയറിങ് ആണ്, അല്ലേ? ഒരുപാട് ശ്രദ്ധയോടുകൂടിയാണ് ആ കാര്യം പറയുന്നത്. മാത്രമല്ല എൻകറേജിങ്, ധൈര്യം കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ അവിടെ. അടുത്ത ഫ്രേസ് നോക്കൂ. ഹി ബ്രോഡ് മീ ബ്രെഡ് ആൻഡ് എ വാം ബ്ലാങ്കറ്റ്. എനിക്കൊരു കുറച്ച് ബ്രെഡും പിന്നെ ചൂടുള്ള ഒരു കമ്പിളി കുപ്പായം കൊണ്ടു തന്നു. അവിടെ എന്താണ്? വളരെ ജനറസ് ആയിട്ടുള്ള വ്യക്തിയാണ്, പിന്നെ സിമ്പതറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലേ? ആക്ച്വലി സിമ്പതറ്റിക് അല്ല, എംപതറ്റിക് ആണ് കേട്ടോ. സിമ്പതി എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ ഒരു ദുഃഖം കാണുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നുന്ന അവസ്ഥയാണ് സിമ്പതി. എംപതി എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഞാൻ തന്നെയാണെങ്കിലോ, അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്കായിരുന്നെങ്കിൽ വന്നത് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു അവസ്ഥയാണ് എംപതി കേട്ടോ. അത് ആ ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് എംപതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് പാവം മുറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് തോന്നുന്നത് സിമ്പതി. പക്ഷേ അത് നമ്മുടെ ദുഃഖമായി മാറുമ്പോൾ അത് എംപതി കേട്ടോ. നമ്മളതിൽ കൂടുതൽ പോയി ഇൻവോൾവ് ആവുന്നതാണ് എംപതി. ഓക്കെ, ഇവിടെ ആക്ച്വലി എംപതിയാണ്, അല്ലേ? അത്രയും എംപതറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ ജർമ്മൻ ഓഫീസർ. അടുത്തത് എന്താണ്? ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹത്തിന് എപ്പോഴുള്ള ആ ഒരു യൂഷ്വൽ സ്മൈൽ ചിരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ജെൻറ്റിൽ ആൻഡ് ഫ്രണ്ട്ലി. വളരെ മൃദുത്വത്തോടുകൂടി, അല്ലേ? വളരെ ജെൻറ്റിലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നു. നൗ ലെറ്റ്സ് പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് സ്പിൽമാൻ ആൻഡ് ദ ജർമ്മൻ ഓഫീസർ ഹൈലൈറ്റിംഗ് ദെയർ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. ഇനി നമുക്കിവിടെ എന്താണ്? ക്യാരക്ടർ സ്കെച്ചസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാൻ നോക്കൂ. സ്പിൽമാൻ വാസ് ബ്രേവ്, ഹോപ്പ്ഫുൾ ആൻഡ് ഡിറ്റർമിൻഡ്. വളരെ ധൈര്യശാലിയായിരുന്നു, പിന്നെ എന്താണ്? വളരെ പ്രതീക്ഷയുള്ള വ്യക്തിയായിരുന്നു, ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈവൻ ഡ്യൂറിങ് വാർ, ഹങ്കർ ആൻഡ് ലോൺലിനെസ്, ഹി നെവർ ഗേവ് അപ്പ് ഹോപ്പ്. ഈവൻ ഡ്യൂറിങ് വാർ, ഹങ്കർ ആൻഡ് ലോൺലിനെസ്, അല്ലേ? യുദ്ധസമയത്തും വിശപ്പിൻ്റെ സമയത്തും പിന്നെ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഒരിക്കലും അദ്ദേഹം കൈവിട്ടില്ല, അയാൾ ഒരിക്കലും തോറ്റു കൊടുത്തില്ല. ഹി വാസ് ഓൾസോ ഗ്രേറ്റ്ഫുൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, വളരെ ദയുള്ള വ്യക്തിയായിരുന്നു. ഹി റെസ്പെക്റ്റഡ് ദ ജർമ്മൻ ഓഫീസർ ഹു ഹെൽപ്ഡ് ഹിം ആൻഡ് വിഷ് ടു ഹെൽപ്പ് ഹിം ഇൻ റിട്ടേൺ സംഡേ. അദ്ദേഹത്തെ സഹായിച്ച ജർമ്മൻ ഓഫീസറെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? മാത്രമല്ല അദ്ദേഹത്തെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റുമെങ്കിൽ എനിക്ക് തിരിച്ച് സഹായിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല വ്യക്തിയാണ് സ്പിൽമാൻ.
ഇനി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ജർമ്മൻ ഓഫീസർ. ദ ജർമ്മൻ ഓഫീസർ വാസ് കമ്പാഷനറ്റ് ആൻഡ് ഹ്യൂമൻ. അദ്ദേഹം വളരെ അനുകമ്പയുള്ള വ്യക്തിയാണ്, വളരെ മനുഷ്യത്വമുള്ള വ്യക്തിയാണ്. ദോ ഹി വാസ് എ സോൾജിയർ ഹി ഷോഡ് കൈൻഡ്നസ് ടു സ്പിൽമാൻ. ദോ ഹി വാസ് എ ജർമ്മൻ സോൾജിയർ ആണെങ്കിൽ പോലും അദ്ദേഹം സ്പിൽമാനോട് ഒരുപാട് സ്നേഹം കാണിച്ചു, കൈൻഡ്നസ്, ദയ കാണിച്ചു. ഹി ഗേവ് ഹിം ഫുഡ്, ഷെൽട്ടർ ആൻഡ് എൻകറേജ്മെൻറ്റ്. അദ്ദേഹത്തിന് സ്പിൽമാൻ എന്തൊക്കെ കൊടുത്തു? ഭക്ഷണം കൊടുത്തു, താമസിക്കാൻ സ്ഥലം കൊടുത്തു, പിന്നെ ഒരുപാട് ധൈര്യവും കൊടുത്തു. ഹി റിസ്ക്ഡ് ഹിസ് ഓൺ സേഫ്റ്റി ടു സേവ് സ്പിൽമാൻസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ തന്നെ സേഫ്റ്റിയെ റിസ്ക് ചെയ്തിട്ടാണ് സ്പിൽമാനെ രക്ഷിച്ചത്. ഹിസ് ആക്ഷൻസ് ഷോ ഹ്യൂമാനിറ്റി, സിമ്പതി ആൻഡ് ഗുഡ്നെസ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ശരിക്കും മനുഷ്യത്വപരമായിരുന്നു, വളരെ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ നന്മയുടെ വ്യക്തിയുടെ സ്വഭാവമായിരുന്നു അദ്ദേഹം അവിടെ കാണിച്ചത്. 5ാമത്തെ ആക്ടിവിറ്റി, റീഡ് ദിസ് എക്സെപ്റ്റ് ഫ്രം എ ലെറ്റർ ബൈ ഇ മോഷെ ഹു ഡൈഡ് ഇൻ ദ വാസോ ഗട്ടോ ടു ഹിസ് ഡോട്ടർ ഓല. ഈ വാസോ ഗട്ടോയിൽ വെച്ചല്ലേ, ആരൊക്കെയാണ് വാസോ ഗട്ടോയിൽ വെച്ച് കൊന്നത്? പോളിഷ് ജൂതന്മാരെയാണ്. അപ്പോൾ അങ്ങനെ മരിച്ചുപോയ ഒരു ഈ മോഷെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ലെറ്ററാണിത്. അദ്ദേഹത്തിൻ്റെ മകളായ ഓലക്ക് എഴുതിയ ഒരു ലെറ്ററാണ് കേട്ടോ. വെനസ്ഡേ ഏപ്രിൽ 1943 എഴുതിയതാണ്. മൈ ഡാർലിംഗ്, ഐ എം ഹോൾഡിംഗ് ഫാസ്റ്റ്. What will be afterwards? God only knows. Whatever happens, don't be sorry. I'm no more worthy than so many brothers and sisters. എന്താ പറയുന്നത്? എൻ്റെ മോളെ, പ്രിയപ്പെട്ട മോളെ, ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ വിരൽ തുമ്പിലാണ് അല്ലേ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഞാൻ ഇവിടെ മരിച്ച ഒരുപാട് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സും സിസ്റ്റേഴ്സ്, ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ മരിച്ചു കഴിഞ്ഞു. അവരെക്കാളും വേർത്തി ആയിട്ടുള്ള വിലപ്പെട്ടതൊന്നുമല്ല എൻ്റെ ജീവിതം. Either way, I hope to get to safe heaven. I only think about and worry for your fate. You, my darling Ola, on your shoulders rest the responsibility to take care of your mother and sisters. എന്താ പറയുന്നത് അല്ലേ? ഞാൻ ആക്ച്വലി നല്ലൊരു അല്ലേ, ഒരു നല്ലൊരു സങ്കേതം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്. എൻ്റെ പ്രശ്നം, എൻ്റെ ടെൻഷൻ മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ്, നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ്. കാരണം ഞാൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ നിൻ്റെ ചുമലിലായി മാറും. നിൻ്റെ അമ്മയെയും സഹോദരിമാരെയും നോക്കേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിനക്കായി മാറും. ഐ ട്രൈ ടു ബി ബ്രേവ് ആൻഡ് അറേഞ്ച് എവറിത്തിങ് കാംലി ആൻഡ് വൈസ്ലി. ദാറ്റ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് കുഡ് സേവ് യു. Of course, I am writing this with the sense of responsibility of a father and husband. ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന പോലെയൊക്കെ ധൈര്യം സംഭരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാറ്റ് വാസ് ഓൺലി തിങ് ദാറ്റ് കുഡ് സേവ് യു. ആ ഒരു കാര്യം മാത്രമാണ് നിന്നെ അവിടെ സേവ് ചെയ്യുക. മാത്രമല്ല ഞാനിപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തത്തിലാണ് ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത്. I have not for one moment lost hope that I will be saved and returned to you. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഒരിക്കൽ പോലും എൻ്റെ ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇറ്റ് ഈസ് വെരി ബാഡ് ഫോർ മീ ദാറ്റ് ഐ വാസ് ലെഫ്റ്റ് പെന്നിലെസ്. എൻ്റെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇറ്റ് ഈസ് വെരി ബാഡ് ഫോർ മീ, ഇവിടെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ബാക്കിയില്ല എന്നുള്ളതാണ്. ഇറ്റ് മേക്സ് ഇറ്റ് വെരി ഹാർഡ് ടു ഗെറ്റ് ഫുഡ്. പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇഫ് യു ഹാവ് എ ചാൻസ് ടു എസ്കേപ്പ്, റിമെമ്പർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് മണി. നിനക്ക് രക്ഷപ്പെടാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നീ എപ്പോഴും ഓർമ്മിക്കേണ്ടത് കയ്യിൽ പൈസ ഇല്ലാണ്ട് ഒന്നും സാധ്യമല്ല എന്നുള്ള കാര്യം നീ എപ്പോഴും ഓർമ്മിക്കണം. ഇങ്ങനൊരു ലെറ്ററാണ് ഈ മോശെ അദ്ദേഹത്തിൻ്റെ മോളായ ഓലക്ക് എഴുതിയത്. ഇനി നമ്മുടെ ആക്ടിവിറ്റി ഇതാണ്. നോട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് വാർ ഓൺ മോഷേസ് ഫാമിലി. ഡിസ്പ്ലേസ്മെൻറ്റ്, സെപ്പറേഷൻ ആൻഡ് ഇമോഷണൽ ട്രോമ ആർ ദ ഇൻഎവിറ്റബിൾ കോൺസിക്വൻസസ് ഓഫ് വാർ ഫോർ മോസ്റ്റ് ഫാമിലീസ്. ഈ ഒരു യുദ്ധം കൊണ്ട് മോശയുടെ ഫാമിലിയിലായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. എല്ലാ ഫാമിലിയിലും ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? സ്ഥാനഭ്രംശം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും, പിന്നെ സെപ്പറേറ്റ് ആവേണ്ടി വരും, ഇമോഷണലായിട്ടുള്ള ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് എല്ലാ ഫാമിലിക്കും സംഭവിക്കുക. ഇവിടെ മോശയുടെ ഫാമിലിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. എന്തൊക്കെയായിരിക്കും? ദ ഫാമിലി സഫേർഡ് ഫ്രം ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. ഒരുപാട് പേടിച്ചിട്ടും ജീവിതത്തെക്കുറിച്ച് ഒരു ഇനി എന്താ സംഭവിക്കുന്നത് ഉറപ്പില്ലാത്ത രീതിയിൽ അവർ ജീവിച്ചു തീർത്തിട്ടുണ്ടാവും. മോശെ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ഫാമിലി. മോശെ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ദൂരെ ആയിപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. ദേ ഫേസ്ഡ് പോവേർട്ടി ആൻഡ് ഹങ്കർ. അവർക്ക് ഒരുപാട് ദുരിതം അല്ലേ, വിശപ്പും പോവേർട്ടിയും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പോവേർട്ടി ദാരിദ്ര്യം അല്ലേ? യെസ്, ദാരിദ്ര്യം വിശപ്പൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. മോശെ വറീഡ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടേഴ്സ്. മോശയ്ക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സേഫ്റ്റിയെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ടതായിട്ട് വന്നു. ദ ഫാമിലി എക്സ്പീരിയൻസ്ഡ് ഇമോഷണൽ പെയിൻ ബിക്കോസ് ഓഫ് വാർ. ഈ ഫാമിലിക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു.
ഇനി പറയുന്നത് ഷാൽ വി കണ്ടക്ട് എ പോസ്റ്റർ എക്സിബിഷൻ ആസ് പാർട്ട് ഓഫ് ആൻ ആൻറ്റി വാർ ക്യാമ്പയിൻ ടു റേസ് അവെയർനെസ് അബൌട്ട് ദ ഡിവാസ്റ്റേറ്റിംഗ് എഫക്ട്സ് ഓഫ് വാർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോട്ടിംഗ് പീസ്. എന്താണ്, നമ്മളോട് ഒരു പോസ്റ്റർ എക്സിബിഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ക്യാമ്പയിൻ നടത്താനൊക്കെയാണ്. എന്തിനാണ്? യുദ്ധത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിലെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. സോ എല്ലാവരും നല്ലോണം പഠിക്കുക. ഫ്രേസൽ വെർബ്സ് നിർബന്ധമായും പഠിച്ച് വെക്കുക. ഫുൾ A+ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. സോ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.